ഭക്ഷ്യസുരക്ഷക്കാർക്ക് കൈവിലങ്ങിടുക, അത് വേണ്ട രീതിയിൽ അവർ പരിശോധിക്കുന്നില്ലെങ്കിൽ. അതുപോലെ തന്നെ നാം കഴിക്കുന്ന മത്സ്യം അതുപോലെ തന്നെ ഒരു തരത്തിലും ഫോർമലിൻ പോലെയുള്ള അപകടകരമായ വിഷമയം ചേർന്നതല്ല എന്ന് ഉറപ്പുവരുത്തണം. അതിനുവേണ്ടി അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഓരോ വാർഡിന്റെയും ആ വാർഡിൽ നിന്ന് ജയിച്ചു പോയിരിക്കുന്നവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. നമുക്കറിയാം 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഓരോന്നും വിചാരിച്ചാല് അവരുടെ കീഴിൽ വിൽപ്പനയ്ക്ക് വെത്തുന്ന സാധനങ്ങളുടെ പരിശോധന നടക്കുന്നുണ്ടോ, അതിൽ വിഷമയം എത്രമാത്രമുണ്ട്, എത്ര സേഫ് ആണ് അത് മനുഷ്യർ കഴിച്ചാല്, ഈ തരത്തില് മനസ്സിലാക്കി അത് റിപ്പോർട്ട് ചെയ്യാനും അതിനെ പരിശോധനയ്ക്ക് വിധേയമാക്കാനും ഇങ്ങനെ ഒരു മേൽനോട്ടം കേരളത്തിൽ നടക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എന്തിനാ മുട്ടിന് തദ്ദേശ സ്വയംഭരണങ്ങളും അതിന്റെ സ്ഥാപന, അതായത് വാർഡ് മെമ്പേഴ്സ്, കൗൺസിലേഴ്സ്, അങ്ങനെ ഇത്രയും പേർക്കൊക്കെ സർക്കാരിൽ നിന്ന് കുറേശ്ശെ ശമ്പളം കൊടുക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഒരു കാര്യവുമില്ലാതെ ഇവർക്കൊക്കെ എന്തിനാ ശമ്പളം കൊടുക്കുന്നത്? നമ്മുടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയല്ല, നമ്മുടെ ഭക്ഷ്യ സുരക്ഷയെ, സ്വയം പര്യാപ്തത പോട്ടെ, സുരക്ഷയെ പറ്റി പോലും ആകുല ചിത്തരല്ലാത്ത, അന്വേഷിക്കാൻ താല്പര്യമില്ലാത്ത ഇത്തരക്കാർ നമുക്കുണ്ടായിട്ട് എന്ത് പ്രയോജനം? അപ്പൊ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്വയംഭരണം, അതായത് അവർക്ക് അധികാരമുണ്ട്, സ്വയം ഭരിക്കുന്നവരാണ് ആ സ്ഥാനത്തെ, അവരുടെ കീഴിലുള്ള പ്രദേശത്തെ. ആ ഭരണക്രമത്തിൽ അവരുടെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ, അവരുടെ ക്ഷേമം ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അല്ലാതെ സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റുക, അല്ലെങ്കിൽ ആ ശമ്പളം എന്ന് പറയുന്നത് ആ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണമാണ് ഈ ശമ്പളമായിട്ട് അവർ വാങ്ങുന്നത്. മറ്റ് ആനുകൂല്യങ്ങൾ പറ്റുക, ഈ പറയപ്പെട്ടതൊക്കെ നാട്ടിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ് ഓരോ ആനുകൂല്യവും പറ്റുന്നത്. അപ്പൊ അതൊക്കെ പറ്റുന്ന സാഹചര്യത്തിൽ അവർ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതല്ലാതെ നവീൻ ബാബുവിനെ പോലെ കൊലപാതകത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള കറപ്റ്റ് പ്രാക്ടീസസ് കൊണ്ടല്ല സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർക്കാരിലും പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അത്തരക്കാർക്ക് നല്ല അവരുടെ കരണത്തടി കിട്ടുന്ന തക്ക രീതിയിലുള്ള പ്രവർത്തന ശൈലിയുമായിട്ട് ജനം മുന്നോട്ട് വരണം. ആ ജനമുന്നേറ്റത്തിലാണ് ഇവർ മനസ്സിലാക്കേണ്ടത്, ഇതുപോലുള്ള വിഷഭക്ഷ്യമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഇങ്ങനെയല്ല ഞങ്ങളെ കരുതേണ്ടത്, ഇതല്ല നിങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് അവരെ അറിയിച്ച് അവരെ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് ഇവിടുത്തെ ജനങ്ങൾ, സാക്ഷര കേരളമാണത്രേ, സാക്ഷരരാണത്രേ. എന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള എല്ലാ തരം വിഷമയമായ പദാർത്ഥങ്ങളും കഴിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും കൊടുത്ത് കേരളത്തെ തന്നെ വിഷത്തിൽ മുക്കി കൊല്ലുന്ന, ക്യാൻസറിന്റെ കേന്ദ്രമായ, അതുപോലെ തന്നെ കിഡ്നി ഇല്ലാതെയാവുക, ലിവർ ഇല്ലാതെയാകുക, ഇതിനൊക്കെ കാരണഭൂതമാകുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഇതിനൊക്കെ നമ്മൾ കരുതലോടെ മുന്നേറണം. നാം പഠിപ്പിക്കേണ്ടവരെ പഠിപ്പിക്കണം. നമ്മളെ ഒന്നിനും കൊള്ളില്ലാത്തവരാണ് എന്ന ധാരണ ഇവർ വച്ചു പുലർത്തുന്നത് കൊണ്ടാണ് എന്തും ഇവിടെ ചെലവാകും എന്ന് മനസ്സിലാക്കി കൊണ്ടുപോകുന്നത്. വ്യാപാരി വ്യവസായികൾ എങ്ങനെ പെരുമാറുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, നമുക്കറിയാം അഡ്വർടൈസ്മെന്റ്സ്, അയ്യോ എന്താണ് ന്യൂ ഇയറിനൊക്കെ വരുന്ന അഡ്വർടൈസ്മെന്റ്സ് നമുക്കറിയാം. നമ്മുടെ വീട് മുഴുവൻ വിറ്റ് സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് തോന്നും. അത്ര പ്രേരകമായ രീതിയിലാണ് അഡ്വർടൈസ്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ എല്ലാ തരത്തിലും അതായത് മലയാളികളെ പിഴിഞ്ഞെടുക്കുകയാണ്. മലയാളികള് സ്വന്തം ബുദ്ധി കൊണ്ടാണോ ചിന്തിക്കുന്നത്, അതോ ഈ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ തിരികെ കയറ്റുന്ന ശക്തി കൊണ്ടാണോ ചിന്തിക്കുന്നത് എന്ന് സംശയം തോന്നത്തക്ക രീതിയിലാണ്, ആവശ്യമില്ലാത്ത രീതിയിൽ. അതാണ് ഞാൻ നേരത്തെ തന്നെ പല പ്രാവശ്യവും പറഞ്ഞിട്ടുള്ളതാണ്. ഇന്ത്യയിലെ ജനസംഖ്യയുടെ 2.6% 2011 പോപ്പുലേഷൻ സെൻസസ്. 2021 പോപ്പുലേഷൻ സെൻസസ് എടുത്ത 2.4% കാണാൻ സാധ്യതയുള്ളൂ. പക്ഷേ നമ്മൾ ഇന്ത്യയിൽ ആകെ കൺസ്യൂം ചെയ്യുന്നതിന്റെ 11% കേരളത്തിലാണ് കൺസ്യൂം ചെയ്യുന്നത്, ഉപഭോഗം നടത്തുന്നത്. എന്ന് വെച്ചാൽ എത്ര മടങ്ങാണ്, ജനസംഖ്യയുടെ എത്ര മടങ്ങാണ് കേരളം ഉപഭോഗത്തിനായി വാങ്ങിക്കൂട്ടുന്നത്. അങ്ങനെ വാങ്ങിക്കൂട്ടുന്നത് മുഴുവനും ഇതുപോലെ വിഷമയമായ സാധനങ്ങളും സാമഗ്രികളും ആണ്. ക്വാളിറ്റി കുറഞ്ഞ, അതായത് ഏറ്റവും വലിയ രാജകീയ വസ്ത്രങ്ങളാണ് എന്ന് പറഞ്ഞ് ഇവിടെ തുറന്നു കാണിച്ച് നമ്മൾ വാങ്ങിക്കൊണ്ടുവരുന്നതൊക്കെ അതുപോലെ പ്രയോജനരഹിതമായ അല്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ, ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളും. ഞാൻ തന്നെ നിങ്ങളുടെ മുൻപിൽ
ഭാര്യയെ സ്നേഹിക്കുന്നവൻ എങ്ങനെ ഈ കുക്കർ വേണ്ടാന്ന് ആ കുക്കറിന്റെ പേര് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് തന്നെ പൊട്ടിത്തെറിച്ച് അതിന്റെ ചില്ല് ബോംബായിട്ട് പൊട്ടിത്തെറിച്ച എന്റെ വീട്ടിലെ അവസ്ഥ തന്നെ എന്റെ സുഹൃത്തുക്കളുടെ മുൻപിൽ ഞാൻ മാത്രമല്ല അതിന് കാണിയായിട്ട് എന്റെ നീസ് പാലാരിവട്ടത്തുള്ള നാഷണൽ എക്സലൻസി പാലാരിവട്ടത്ത് നാഷണൽ എക്സലൻസി ടവേഴ്സിൽ താമസിക്കുന്ന എന്റെ നീസും ഉണ്ടായിരുന്നു അത് പൊട്ടിത്തെറിക്കുന്ന. ഞങ്ങൾ രണ്ടുപേരും പേടിച്ചു പോയി. അടുക്കളയിൽ നിൽക്ക് ഞങ്ങൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പോഴാണ് ഇത് പൊട്ടിത്തെറിക്കുന്നത്. അങ്ങനെ പൊട്ടിത്തെറിക്കുന്നതാണ് ഭാര്യയെ സ്നേഹിക്കുന്നവൻ വാങ്ങിച്ചു കൊടുക്കും എന്ന് പറയുന്നത്. അത് സെലിബ്രിറ്റിയാ പറയുന്നത്. സെലിബ്രിറ്റിമാർ എത്ര ലക്ഷങ്ങൾ മേടിക്കും എന്നറിയാമോ? നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിൽ തന്നെ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി കുട്ടികളുടെ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി കുട്ടികൾക്ക് 10 മിനിറ്റ് നേരത്തേക്കുള്ള ഒരു ഡാൻസ് പഠിപ്പിക്കാൻ കേരളത്തിലെ ഒരു സെലിബ്രിറ്റി ലേഡി 5 ലക്ഷം ചോദിച്ചുവെന്ന് നമ്മുടെ മന്ത്രി ശിവൻകുട്ടി തന്നെയാണ് അനൗൺസ് ചെയ്തത്. ആ ലേഡിയുടെ പേര് പറഞ്ഞില്ല കേട്ടോ. ലേഡിയുടെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഏകദേശം ഊഹിക്കാവുന്നതേ ഉള്ളൂ. യൂത്ത് ഫെസ്റ്റിവൽ വഴി കടന്നു വന്ന ഒരു ലേഡി അങ്ങനെ മേടിച്ചു എന്ന് പറയാതെ ഏത് ലേഡി ആയിരിക്കാം എന്ന്. അപ്പൊ ഇതാണ് സെലിബ്രിറ്റികൾ. ഒരു കാര്യവുമില്ലാതെ നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ? സത്യം പറഞ്ഞാല് ഒരു സെലിബ്രിറ്റി കേരളത്തിൽ നിന്നുള്ള ഒരു സെലിബ്രിറ്റിയാ ഭാര്യയെ സ്നേഹിക്കുന്നവർ ഇത് വാങ്ങാതിരിക്കുമോ എന്ന് ആ ഒരു കുക്കറിനെ പറ്റി അഡ്വർടൈസ് ചെയ്തത്. ആ കുക്കറാണ് എൻ്റെ വീട്ടില് പൊട്ടിത്തെറിച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ആ സെലിബ്രിറ്റിക്ക് എതിരെയായിരുന്നു ഞാൻ അന്ന് കേസ് കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷെ കേസ് കൊടുക്കുമായിരുന്നു. പക്ഷെ കേസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ ആ കമ്പനിക്കാർ വന്ന് ഈ ഉൽപ്പന്നം എടുത്തോണ്ട് പോയി അവരോട് ചോദിച്ചപ്പോൾ ഞാൻ ഇത് പരസ്യമാക്കൂ എന്ന് പറഞ്ഞപ്പോൾ അരുത് മാം, ഇതുപോലത്തെ കുറച്ച് പേർക്ക് ഇത് പറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് സ്ട്രോങ് ഗ്ലാസ് ഈ ഗ്ലാസ് മാറ്റി എല്ലാത്തിൻ്റെയും അതായത് തിരിച്ചെടുത്ത് എല്ലാ കുക്കറിൻ്റെയും ടേബിൾ ടോപ്പ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തുകൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞ് കൊണ്ടുപോയി റെക്ടിഫൈ ചെയ്ത് കൊണ്ടുവച്ചു. ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വർഷമായി ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പൊട്ടിയിരുന്നെങ്കിൽ, അതായത് അങ്ങനെ റീപ്ലേസ് ചെയ്ത് തന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ കോടതിയിൽ പോകുമായിരുന്നു, കമ്പനി ഞാൻ പൂട്ടിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. നമ്മൾ വിദ്യാസമ്പന്നർ, നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളോളം വിദ്യാസമ്പന്നരോ നമ്മളോളം വായ്ത്താരിക്ക് വകയുള്ളവരോ ആയിരിക്കില്ല നമ്മുടെ എല്ലാ സഹോദരങ്ങളും. അപ്പൊ അവർക്ക് വേണ്ടി നമുക്കൊരു ദൗത്യമുണ്ട്. അതായത് നമ്മുടെ മേധാശക്തി ഉപയോഗിച്ച് നമുക്ക് കണ്ടെത്താനുള്ള കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അത് കോടതിയുടെ മുൻപില്, ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ മുൻപില്, ഗവൺമെന്റിന്റെ മുൻപിൽ ഒക്കെ അവതരിപ്പിക്കുക. അപ്പൊ അങ്ങനെ എന്നിട്ട് അവർ ചെവി കൊടുക്കുന്നില്ലേ, അപ്പൊ നമ്മൾ വീണ്ടും അടുത്ത ആയുധം എടുക്കണം. അങ്ങനെ ആയുധം എടുത്ത് അടരാടിയാൽ മാത്രമേ നാം ഈ ജീവിക്കുന്ന ലോകത്ത് നമുക്ക് മുന്നേറാൻ കഴിയൂ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദൗത്യം നിറവേറ്റി മുന്നേറാൻ കഴിയൂ. നമ്മുടെ നേതാക്കന്മാര്, നമ്മള് ശ്രീനാരായണ ഗുരുവിനെ പറ്റി ഇന്നലെ വലിയ വാദോരാതെ പ്രസംഗിച്ചവരുണ്ട്. ശ്രീനാരായണ ഗുരുവിന്റെ ഒക്കെ സന്ദേശം എന്തായിരുന്നു? അതുപോലെ തന്നെയാണ് എല്ലാ മഹാരഥന്മാരുടെയും സന്ദേശങ്ങൾ. ആ മഹാരഥന്മാരുടെ സന്ദേശങ്ങൾ കേട്ടത് കൊണ്ട് മാത്രമായില്ല, അതിനനുസരിച്ച് ഒരു ചെറുവിരലെങ്കിലും അനക്കി ലോകത്തെ നന്നാക്കാൻ സാധിക്കുമോ? നമുക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രമേ നാം ഈ ലോകം വിട്ടുപോകുമ്പോൾ, ബൈബിളിലാണെങ്കിൽ പറയും, ഞാൻ എൻ്റെ ഓട്ടം ഓടി. അതായത് നല്ലവണ്ണം ജീവിച്ചു മരിക്കുന്നവര് പറയുകയാണ്, ഞാൻ എൻ്റെ ഓട്ടം ഓടിയെന്ന്. ഞാൻ ഈശ്വരന്റെ ഹിതത്തിന് അനുസൃതമായി ജീവിച്ചു എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ ഓട്ടം ഓടി എന്ന് പറഞ്ഞ് ഈ ലോകം വിട്ടുപോകാൻ നമുക്ക് കഴിയണമെങ്കിൽ ഇത്തരം അനീതികൾ കാണുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണം. അങ്ങനെ പ്രതികരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അങ്ങനെ നമ്മുടെ ലോകം, അതായത് 2025 കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു വർഷമായി പിന്നിടുവാൻ നമുക്ക് കഴിയട്ടെ. ലോകത്ത് മുഴുവനും അത്തരം ഒരു സന്ദേശം എത്തിക്കുവാൻ നമ്മൾ ലോകത്ത് മലയാളി ഇല്ലാത്ത ലോകമില്ല. അപ്പൊ മലയാളികളെല്ലാം ഇതുപോലെ ഒരു സന്ദേശവാഹകരാണെങ്കിൽ ആ സന്ദേശത്തിന്റെ അലയൊലി ലോകത്തിന്റെ എല്ലാ ദിശകളിലും കേൾക്കും എന്ന് നമുക്ക് സമാധാനിക്കാം. സന്തോഷം.